അധികം കിടന്ന് ചാടണ്ട. ഇനി ചാടിയിൽ അടുത്ത ചാടം ത്രാസിലോട്ടായിരിക്കും. അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ വെട്ടണ മേശയിലോട്ട്. നമുക്ക് ഇന്ന് കിട്ടിയൊരു ചൂണ്ട കാളാഞ്ചി. കാളാഞ്ചികൾ മാത്രമല്ല കരിമീൻ, ചെമ്പല്ലി, പിന്നെ ഈ ചേട്ടന്റെ സഞ്ചിയിലുള്ള പോലത്തെ വറ്റ, ചെമ്മീൻ, ഞണ്ട് എന്ന് വേണ്ട ഇഷ്ടംപോലെ ഐറ്റംസ് ലൈവായിട്ടും അല്ലാതെയും ഉണ്ടായിരുന്ന ഒരു ദിവസം ഉണ്ട് ഇന്നത്തെ. അപ്പോൾ ഇന്ന് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്ന മീനുകളും മീനിന്റെ വിലകളും നമ്മുടെ കടയിലോട്ട് പല ചേട്ടന്മാരും മീൻ പിടിച്ചിട്ട് വരുന്ന കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. അത് രാവിലെ, അതായത് വെളുപ്പിന് 5 മണിക്ക് തന്നെ നമ്മൾ കട തുറക്കാറുണ്ടല്ലോ. പക്ഷേ ഇന്നത്തെ വീഡിയോയിലുള്ള വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് ശേഷമുള്ള വിഷ്വൽസ് ആണ്. വെളുപ്പിന് എന്ന് പറയുമ്പോൾ ചൂട് വളരെ കുറവുള്ളൊരു സമയമുള്ള, അതുകൊണ്ട് തന്നെ നമ്മൾ തട്ടിൽ ഈ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് മീനിങ്ങനെ വിതറിയിടാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എല്ലാ മീനുകളും ഇങ്ങനെ നിറച്ചിടാൻ പറ്റും. അപ്പോൾ ആൾക്കാർക്ക്, നമ്മുടെ കസ്റ്റമേഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ മീൻ തട്ടിൽ തന്നെ ഇടാറുള്ളത്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പാത്രങ്ങളിലോട്ടാക്കി മാറ്റി വെക്കാറുണ്ട് ചൂടുള്ള സമയങ്ങളിൽ. അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു 12 മണി സമയത്താണ് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ അത് രാവിലെ തന്നെ 2 ചൂണ്ടക്കാളാഞ്ചികൾ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ അതിലൊരെണ്ണത്തിന് നമ്മൾ അച്ചു പൊക്കിക്കൊണ്ട് പോയി. വേറൊരു ഇടത്തുള്ള നമ്മുടെ വലിയുറപ്പിലുള്ള ടോമിസ് ഷോപ്പ് ഉണ്ടല്ലോ, നമ്മുടെ പാഞ്ചിവാപ്പനൊക്കെ ഉള്ളത് അവിടെ ഇട്ട് വെട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അച്ചു കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ ഇന്ന് രാവിലെ തന്നെ ഉണ്ടായിരുന്ന മീനുകളാണ് കേട്ടോ കാണുന്നത് എല്ലാവരും. അതായത് ചെമ്പല്ലി ഉണ്ടായിരുന്നു, ജീവനുള്ള ചെമ്പല്ലികൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ പറമ്പിലും അന്നമനയുടെയും ഉള്ള ഷോപ്പിലോട്ട് മീൻ കയറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ചയുണ്ട്. അതുകൂടാതെ നമുക്ക് കുറച്ചധികം കേരയുടെ, അതായത് കാറ്ററിംഗ് സർവീസ് ചെയ്യുന്ന ടീമുകൾക്കും ഉള്ള ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് മുൻപത്ത് നിന്ന് ഇറക്കിക്കുന്ന കേരകളാണ് ഈ കാണുന്നതൊക്കെ. അതായത് ഓരോന്നിനും ഏകദേശം ഒരു 25 മുതൽ 30 കിലോ സൈസ് വരുന്ന കേരകളാണ് നമ്മൾ ഇന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മുടെ വലിയ പറമ്പിലുള്ള ഷോപ്പിലോട്ടും ഓർഡർ ഉണ്ടായിരുന്നു, കൃഷ്ണൻകോട്ടയിലോട്ടും ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ പറമ്പിലുള്ള ഷോപ്പിലോട്ടുള്ള കേരകളാണ് ഈ നമ്മുടെ ജോസ് ബാബുനും അച്ചും കൂടിയിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റി വയ്ക്കുന്നത്. പിന്നെ കതിരാൻ എന്ന് പറഞ്ഞ നാടൻ മീനാണ് ഈ കാണുന്നത്. പിന്നെ അത് ഈ കാണുന്നത് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങ മീനാണ്. ഈ ഒരു സീസണിൽ കിട്ടുന്ന ചെമ്മീനാണ്. അപ്പോൾ ഇന്ന് രാവിലെ വന്ന ചെമ്മീനാണ് കേട്ടോ. കിലോയ്ക്ക് 300 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസ് വരുന്ന ചെമ്മീൻ വിറ്റത്. ഇതിൻ്റെ കളർ കണ്ട, അതായത് അത്രയ്ക്ക് ഫ്രഷാണ്. ഒരു തരി പോലും ഐസ് വിടാത്ത ചെമ്മീനാണ് ഈ കാണുന്നത്. ഇനി ഇതിൻ്റെ തോട് കിള്ളിയെടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഐസ് ഇട്ടാലേ കിള്ളിയെടുക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ഫ്രഷാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഈ ചെമ്മീൻ. അപ്പോൾ ആർക്കെങ്കിലും നാരങ്ങ മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ വാങ്ങിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതേ നമ്മുടെ ഇവിടുത്തെ ഒരു കൂട്, അതായത് പുഴയിൽ തന്നെ ഇട്ട് വളർത്തുന്ന ചെമ്പല്ലികളാണിത്. അപ്പോൾ ചെമ്മീനും മീനിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തുന്ന ചെമ്പല്ലികളാണ്. അപ്പോൾ ഈ ഒരു ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 രൂപയുടെ മുതൽ 400, 450, 500, 540, 600 രൂപയുടെ വരെ ചെമ്പല്ലികളാണ് ഈ കാണുന്നത്. അപ്പോൾ ലൈവായിട്ട് ഉണ്ടായിരുന്നു ഇന്ന് ചെമ്പല്ലികൾ. ഇത് നമ്മുടെ കായലിൽ തന്നെ കൂട് കിട്ടിയിട്ട് മീൻ വളർത്തുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടില്ലേ. അപ്പോൾ അതിലിട്ടിട്ട് ഒഴുക്കുള്ള വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് വളർത്തുന്ന ചെമ്പല്ലികളുണ്ട്. അല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊരിക്കലും ചെമ്പല്ലികൾ വളർത്താറില്ല. അങ്ങനത്തെ ചെമ്പല്ലികൾ നമ്മൾ ഒരിക്കലും വിൽക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ, അല്ലെങ്കിൽ ചെറിയ ചെമ്മീനുണ്ടല്ലോ, 20 രൂപയുടെ അല്ലെങ്കിൽ 10 രൂപയുടെ 25 രൂപയുടെ ചെമ്മീനൊക്കെ അവൈലബിൾ ആവാറുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മളല്ല, പലരും കൃഷി ചെയ്തിട്ട് പിടിച്ചിട്ട് വരുന്ന ചെമ്പല്ലികളാണത്. പിന്നെ എന്ന് പറഞ്ഞാൽ കേര ഉണ്ടായിരുന്നു. അതുപോലെ ഈ കാണുന്ന കാളാഞ്ചി എന്ന് പറഞ്ഞാൽ ചൂണ്ടക്കാളാഞ്ചിയാണ്. ഈ ഒരു കാളാഞ്ചിയുടെ തൂക്കെന്ന് പറഞ്ഞാൽ 6 കിലോയ്ക്ക് മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി വിറ്റ് പോയതാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ചൂണ്ടക്കാളാഞ്ചിക്ക് അത്രയ്ക്ക് ഡിമാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ കാളാഞ്ചികൾ വേണമെന്നുണ്ടെങ്കിൽ നേരത്തേക്ക് തന്നെ നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ കാളാഞ്ചികൾ വരുമ്പോൾ നിങ്ങളെ വിളിച്ചറിയിക്കാനുള്ള സൗകര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇതിനെ നമ്മുടെ തട്ടിൽ തന്നെ വെച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ കസ്റ്റമർ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അപ്പോൾ പിന്നീടാണ് കസ്റ്റമർ പറഞ്ഞത് അതിനെ വെട്ടാനായിട്ട് കൊടുത്തു, ചാക്കോച്ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു, കർപ്പീസായിട്ട് വെട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ പോളിച്ചേട്ടൻ നമ്മുടെ കാളാഞ്ചിയെ ചാക്കോച്ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന വഴിക്ക് നമുക്ക് വേണ്ടി വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അപ്പോൾ ചാക്കോച്ചേട്ടൻ ഓൾറെഡി അവിടെ ഒരു വലിയൊരു പൂമീനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി ആ കാളാഞ്ചിയെ വെട്ടുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഫിഷ് ടാങ്കിലും ഇട്ടായിരുന്നു. അപ്പോൾ ഫിഷ് ടാങ്കിൽ ഇപ്പോൾ ഉള്ള മീനുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പല്ലികളാണ് കേട്ടോ. ചെമ്പല്ലികളുണ്ടായിരുന്നു, കാളാഞ്ചികളുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ള ചെമ്പല്ലികളുടെ തൂക്കെന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോ അല്ലെങ്കിൽ 100 അങ്ങനത്തെ ചെമ്പല്ലികളാണ് കേട്ടോ. അധികം ഓവർ വലിപ്പമുള്ള ചെമ്പല്ലികൾ ഇന്ന് വളരെ കുറവായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഫിഷ് ടാങ്കിലുണ്ടായിരുന്ന മീൻ ഒരു ചെമ്മീനാണത്, ടൈഗർ പ്രോണാണത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ടാങ്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൂടാണ്ട് പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഇഷ്ടം പോലെ ഞണ്ടുകൾ ഉണ്ടായിരുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഞണ്ടെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി ഞണ്ടുകളാണ് കേട്ടോ. പുറം രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് വിടുന്ന ഞണ്ടുകളാണ് കണ്ടോ. ഈ ഒരു ഞണ്ടിൻ്റെ തൂക്കെന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം ഒരു 1,300, 1,4 കിലോയ്ക്ക് മേലെയുണ്ട് ആ ഒരു ഞണ്ടിൻ്റെ തൂക്കം മാത്രം. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ വിമാനം കയറിയിട്ട് രാജ്യം വിടാനുള്ള ഞണ്ടുകളാണ് ഈ കാണുന്നതെല്ലാം.
അപ്പോൾ ഇത് ഈ കാണുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ല 1.25 കിലോ തൂക്കമുള്ള ഞണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കിലോയ്ക്കുള്ള വില എന്ന് പറഞ്ഞെങ്കിൽ 2800 രൂപ കിലോയ്ക്കുണ്ട്. അപ്പോൾ അതിന് 1.25 കിലോ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഞണ്ടുകളുടെ ഏറ്റവും മിനിമം വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഏറ്റവും കുറഞ്ഞ വിലയുള്ള ഞണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 600 രൂപയുണ്ടാകും. അതായത് കമ്മട്ടിക്കാല ഞണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ 300 ഗ്രാമിന് മേൽപ്പെട്ടുള്ള ആ ഞണ്ടിൻ്റെ വിലയാണ് 600 രൂപ. പിന്നെ ഇത് ഇപ്പോൾ തൂക്കുന്നതാണ്ട് നേരത്തെ കണ്ട ആ ഞണ്ടാണ് 1.25 കിലോ ഉണ്ട് ആ ഞണ്ട്. ഇപ്പോൾ 2800 രൂപ കിലോയ്ക്ക് വിലയുള്ള ഞണ്ടാണ് ആ ത്രാസിലിപ്പോൾ ഉള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺഞണ്ട് 150 ഗ്രാമുള്ള പെൺഞണ്ടിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 650 രൂപയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ ഒരു സഞ്ചിലായിട്ട് കുറച്ച് മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഈ കാണുന്ന പോലെ മുള്ളനുണ്ടായിരുന്നു, കുറച്ച് മീഡിയം സൈസ് വറ്റകളുണ്ടായിരുന്നു, കുറച്ച് കരിമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൊരിഞ്ഞ് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി കാറ്റഗറൈസ് ചെയ്തിട്ട് വില അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അതിന് തൂക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ മുള്ളൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വിറ്റതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 340 രൂപയ്ക്കാണ്. അപ്പോൾ 300 രൂപ ആ കൊണ്ടുവന്ന് ചേട്ടന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 340 രൂപയ്ക്കാണ് വിറ്റത്. പിന്നെ കുറച്ച് കരിമീൻ ഉണ്ടായിരുന്നു. കരിമീൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 560 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ 520 രൂപ നമ്മൾ വിലയിട്ട് കൊടുത്തിട്ടാണ് 560 നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏറ്റവും ഡിമാൻഡുള്ളൊരു മീനാണ് കേട്ടോ ഈ മുള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പലരും നമ്മളെ വിളിച്ച് പറയാറുണ്ട് മുള്ളൻ വരണമെങ്കിൽ എടുത്ത് വെക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉണക്കച്ചെമ്മീനുണ്ട്, കിലോയ്ക്ക് 600 രൂപയുണ്ട് ഉണക്കച്ചെമ്മീൻ്റെ വില. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടിലാണല്ലോ നേരത്തെ കണ്ട പോലെ തട്ടിലായിരുന്നു മീൻ ഉണ്ടായിരുന്നത്. പിന്നെ ഏകദേശം ഒരു 11 മണി 12 മണി സമയമാകുമ്പോൾ നല്ല ചൂടാവും അന്തരീക്ഷത്തിൽ. അപ്പോൾ നമ്മളൊരു പരിപാടി ചെയ്യും, മീനൊക്കെ ഒന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മീനും ഈ കാണുന്ന പോലെ പാത്രങ്ങളാക്കിയിട്ട് ഡിസ്പ്ലേക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 2 ഗുണങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി മീൻ മാത്രം വെച്ചാൽ മതി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ചോദിക്കുമ്പോൾ നമുക്ക് അകത്തുനിന്ന് മീനെടുത്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സിന് തൃപ്തിയാവും. നമുക്കെന്ന് പറഞ്ഞാൽ മീൻ ഒരിക്കലും കേടായി പോകത്തില്ല. അപ്പോൾ അതേ ഈ കാണുന്ന പോലെ മീനെടുത്തെല്ലാം അകത്തോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ സാമ്പിൾ പോലെ കുറച്ച് മീൻ മാത്രം വെക്കുന്നൊരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും താങ്ക്സ് പറയണ്ട. താങ്ക് യു സോ മച്ച്.